നമസ്കാരം, രുചികെട്ട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ തരത്തിലുള്ള ക്യാബേജ് തോരൻ, നല്ല ബീൻസ്, ക്യാരറ്റ് അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കുക. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു സ്പെഷ്യൽ തോരൻ ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ 1/2 കപ്പ് വേവിച്ച ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പച്ച ഗ്രീൻ പീസ് വേണേൽ എടുക്കാം, അല്ലെങ്കിൽ ഫ്രോസൺ ആണെങ്കിൽ ഫ്രോസൺ, എന്തായാലും കുക്ക് ചെയ്തതാണ് വേണ്ടത്. പിന്നെ ഒരു വലിയ ക്യാബേജിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്യാബേജ് ആദ്യം കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ സാധാരണ തോരനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ക്യാബേജ് കട്ട് ചെയ്തെടുത്തു. ഇനി ഒരു പാൻ വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ക്യാബേജ് ഇട്ട് കൊടുക്കാം. ആവശ്യമായ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ആവശ്യം ആണെങ്കിൽ കുറച്ച് വെള്ളം ഇങ്ങനെ തെളിച്ച് കൊടുക്കുമല്ലോ, അങ്ങനെ ചെയ്താൽ മതി. നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പീസ് ഉണ്ടല്ലോ, വേവിച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ജീരകത്തിൻ്റെ പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ. ജീരകം കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ, ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട്, കുറേ സമയമൊന്നും വേണ്ട, ഒന്ന് ആവി കയറി വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചിരകിയും കൂടെ ചേർക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്യാബേജ് ഗ്രീൻ പീസ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഒരുപോലെയുള്ള തോരനൊക്കെ കഴിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ വ്യത്യസ്തമായതും ട്രൈ ആവുന്നതാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.